സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ഫോർത്ത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Which of the following is true about Hamilton-Jacobi equation when applied to time-independent system? Okay, time-independent systemത്തിൽ ഹാമിൽട്ടോണിയൻ ജക്കോബി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The equation reduces to time-dependent Schrodinger equation. Time-dependent Schrodinger equation ആവുന്നതല്ല കേട്ടോ. The principal function S becomes separable into spatial and temporal part. The Hamilton becomes explicitly dependent on time. The generalized coordinates are no longer independent. ഇതില് നമ്മൾ ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ ഫംഗ്ഷനെ നമുക്ക്, അതായത് എസ് ക്യൂ കോമ ടി എ, അതായത് നമ്മൾ ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഹാമിൽട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ആയിട്ടും എനർജിയുടെ ടേം ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിട്ടും എനർജിയുടെ ടേം ആയിട്ടും അവിടെ ടൈം ഡിപെൻഡൻസ് വരുന്നുണ്ട്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. സോ ദ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എസ് ബിക്കം സെപ്പറബിൾ ഇൻ ടു സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ പാർട്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ടൈം ഇൻഡിപെൻഡന്റ് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is one advantage of using Hamilton-Jacobi equation over Hamilton equations in classical mechanics? ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷനും ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഹാമിൽട്ടൺസ് ജക്കോബി ഇക്വേഷന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ഓൾവേസ് പ്രൊവൈഡ് എൻ എക്സാക്ട് സൊല്യൂഷൻ തരും, അത് ശരിയാണ്. ഇറ്റ് അലൗസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എൻറ്റയർ ട്രാജക്ടറി വിത്ത് എ സിംഗിൾ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ നമ്മളുടെ ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷനിൽ നമുക്കൊരു സിംഗിൾ ഇക്വേഷൻ ആണ്, പ്രിൻസിപ്പൽ ഇക്വേഷന്റെ എസ് ഓഫ് ക്യൂ കോമ ടി ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് നമുക്ക് വരാം. ഓക്കെ, പക്ഷെ നമ്മൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ക്യൂ ഡോട്ടും പി ഡോട്ടും നമുക്ക് മൊമെന്റം ടേമും കോർഡിനേറ്റ് ടേമും നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പക്ഷെ ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷനിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു സിംഗിൾ ഇക്വേഷൻ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ എൻറ്റയർ ട്രാജക്ടറി വിത്ത് സിംഗിൾ സൊല്യൂഷൻ. നമുക്കൊരു സിംഗിൾ സൊല്യൂഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് എൻറ്റയർ ട്രാജക്ടറിയെ ഡിറ്റർമിൻ ചെയ്യാം. പക്ഷെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ സോൾവ് ചെയ്താൽ മാത്രമാണ് ആ ട്രാജക്ടറിയുടെ ഫുൾ സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. It can be also used to directly quantize a system. It requires fewer generalized coordinate to solve. ഇല്ല, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഒന്നിന്റെ മേലെ മറ്റത്, അതായത് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഹാമിൽട്ടൺസ് ജക്കോബി ഇക്വേഷന്റെ ബെനിഫിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ഇവിടെ നമുക്ക് ഒറ്റ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. Next question, which of the following best describes the action angle variables in classical mechanics? Action angle variables വെച്ച് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആക്ഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എസ് ആണ്. നമ്മൾ പാത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലഗ്രാഞ്ചിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ആക്ഷൻ വേരിയബിൾ. ആംഗിൾ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആംഗിൾ വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പീരിയോഡിക് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ, ആംഗിൾ വേരിയബിൾസ് പറയാം. അതായത് ഒരു ബൗണ്ടഡ് സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, ആംഗിൾ വേരിയബിൾ പറയണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, ഒരു ബൗണ്ടഡ് സിസ്റ്റം ആണെങ്കിലാണ് നമുക്ക് ആംഗിൾ വേരിയബിൾസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ ആംഗിൾ വേരിയബിൾസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഒരു
ബൗണ്ടഡ് സിസ്റ്റം ആയിരിക്കണം, അത് ഒരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ, വേരിയബിൾസ് ദാറ്റ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു കയോട്ടിക് സിസ്റ്റം, that are only applicable to chaotic system. Chaotic സിസ്റ്റത്തിലേക്ക് മാത്രം applicable ഉള്ളതല്ല. The canonical variables used to describe periodic motion. Yes, periodic motion describe ചെയ്യുന്നതാണ് the action angle variables എന്ന് പറയുന്നത്. Variables that are exclusively used in quantum mechanics. The variables that replace energy and momentum in all classical system. Option B ആണ് ശരിയായ ഉത്തരം ട്ടോ. Option B. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the context of the harmonic oscillator, what does the action variable represent? Okay, action variable equation എന്ന് പറയുന്നത് J equal to 1 to 2 pi integral of closed interval P dq എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മളുടെ P dq എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ എനർജിയെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. P dq denotes the energy of the system. നമ്മുടെ ആക്ഷന്റെ ഇക്വേഷൻ വരുന്നത് J equal to 1 by 2 pi integral closed integral P dq. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. The time period of the oscillation, the phase of the oscillation, the total energy of the oscillator divided by 2 pi, the angular frequency of the oscillator. നമുക്ക് ആൻസർ വരുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ ഓസിലേറ്റർ ഡിവൈഡഡ് ബൈ 2 pi ആണ് കേട്ടോ. ആക്ഷൻ വേരിയബിൾ J റെപ്രസെന്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കാത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പൊ നമ്മൾ അത് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് അപ്പൊ കിട്ടിയില്ലെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് റെഫർ ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. For a system described by action angle variables, how is the angle variable typically interpreted? As a variable that remains constant throughout the motion, as a variable that increases linearly with time, as a variable that oscillates between two fixed values, as a variable that decreases exponentially with time. Okay, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആക്ഷൻ ആംഗിൾ വേരിയബിൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആക്ഷൻ ആംഗിൾ വേരിയബിൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആംഗിൾ വേരിയബിൾസ് എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുക? അതായത് നമ്മൾ ഇവിടുത്തെ വേരിയബിൾ, നമ്മുടെ ആംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം. ഓക്കെ, ടൈമിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ആംഗിൾസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർലി നമ്മളുടെ ആംഗിൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദ പീരിയോഡിക് മോഷനിൽ rate of increase is related to the frequency of the system. മിസ്സേ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടു. നേരത്തെ കേട്ടില്ല? ഇല്ല, ലീനിയർലി ഇത് ആംഗിൾ വേരിയബിൾസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ്? ആംഗിൾ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയാണ്. തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. ഓക്കെ, അപ്പൊ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് സ്വെറ്റ് ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും.
Okay, that ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ആസ് എ വേരിയബിൾ ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. നമുക്ക് ഒരിക്കലും ആംഗിൾ എന്ത് ചെയ്യില്ല, ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കില്ല. കാരണം ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ, ഈ പീരിയോഡിക് മോഷൻ നമ്മൾ ഒരു പോയിന്റ് നിന്ന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ബോഡിയുടെ മോഷൻ മാറിക്കൊണ്ടേയിരിക്കും, പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ആംഗിൾ എന്ന് പറയുന്നത് ലീനിയർലി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആസ് എ വേരിയബിൾ ദാറ്റ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം. എക്സ്പോണൻഷ്യലി വിത്ത് ടൈം അല്ല, ബിറ്റ്വീൻ ടു ഫിക്സഡ് വാല്യൂസ് അല്ല, കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ അല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. When applying the Hamilton-Jacobi equation to derive the action angle variables, which condition must be met for the action variable J to quantized? Action angle variable ne kurichu samsarikkunna samayathu the system must be non-periodic. Non-periodic case il namukku orikkalum endu parayan pattilla, action angle variable describe cheyan pattilla. എപ്പോഴും ഒരു പീരിയോഡിക് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് പറയാ, ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ഡിസ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ പ്ലാനറ്ററി മോഷൻ അത്തരത്തിലുള്ള മോഷനിലാണ് നമ്മൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ഡിസ്ക്രൈബ് ചെയ്യുക. ദ സിസ്റ്റം മസ്റ്റ് ബി ബൗണ്ടഡ് ആൻഡ് എക്സിബിറ്റ് പീരിയോഡിക് മോഷൻ. ഈ ടേം നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ സിസ്റ്റം എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കണം, അതുപോലെ തന്നെ പീരിയോഡിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. The system must be in the presence of magnetic field അല്ല, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. In a system where action angle variables are used, what is the significance of action variable J? Action variable J യുടെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. It determines the system's trajectory in the phase space. It remains constant for each cycle of motion, indicating conserved quantities. It varies with time, indicating the change in energy. It corresponds directly to the system's potential energy. ഒരു ആക്ഷൻ ആംഗിൾ വേരിയബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, നമ്മൾ ഓരോ സിസ്റ്റത്തിലും എന്തുണ്ടാവും, ഓരോ റൊട്ടേഷൻ, അതായത് ഓരോ റൊട്ടേഷൻ മോഷനും അവിടെ എന്തുണ്ടാവും, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ആ ഓരോ സൈക്കിളിലും ഒരു കോൺസ്റ്റന്റ് നമുക്ക് എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ സിസ്റ്റത്തിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമാണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്ത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോൺസ്റ്റന്റ് പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ എനർജി കൺസേർവ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സൈക്കിളിലും ആക്ഷൻ വേരിയബിൾ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം ഫോർ ഈച്ച് സൈക്കിൾ ഓഫ് മോഷൻ, ഇൻഡിക്കേറ്റിംഗ് ദ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇൻ എ സിസ്റ്റം വേർ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ആർ യൂസ്ഡ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ആക്ഷൻ വേരിയബിൾ? Action variable should remain constant for each cycle of motion, indicating conserved quantities. Action variable constant of motion ആയിട്ട് ഇരിക്കണം. നമ്മളുടെ ആംഗിൾ വേരിയബിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് വേരീസ് ലീനിയർലി വിത്ത് ടൈം. ഓക്കെ, ആക്ഷൻ വേരിയബിൾ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആയിട്ട് ഇരിക്കണം. അതുപോലെ ആംഗിൾ വേരിയബിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് വേരീസ് ലീനിയർലി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ലീനിയർ ആയിട്ട് തന്നെ അത് വേരി ചെയ്യണം. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആംഗിളും ഇൻക്രീസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂട്ടേഷൻ ഈസ് ഇൻ ദ മോഷൻ ഓഫ് റിജിഡ് ബോഡി റെഫേഴ്സ് ടു. യൂളർ ആംഗിൾസിൽ നമ്മൾ 3 ആംഗിൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് എന്ത്, ന്യൂട്ടേഷൻ. അപ്പൊ അത് ഏത് ടൈപ്പിലുള്ള റൊട്ടേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ന്യൂട്ടേഷൻ ഈസ് എ സ്ലോ സ്റ്റഡി ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ, small rapid oscillation of the axis of rotation, constant rotational velocity about the principal axis, the effect of frictional force on rotation.
സോ ന്യൂട്ടേഷൻ ഇൻ മോഷൻ എന്ന് പറയുന്നത് സ്ലോ സ്റ്റഡി ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അത് ഏത് ടൈപ്പിലുള്ള റൊട്ടേഷൻ ആണെന്ന് വെച്ചാൽ റാപ്പിഡ് ഓസിലേഷൻ ആണ്. അതുപോലെ അതിന് പെർട്ടിക്കുലർ ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ടാവും കേട്ടോ. പ്രോപ്പർ ആയിട്ട്, അതായത് നമുക്ക് ഒരു ഓറിയന്റേഷൻ അത് മാറാതെ, ഒരു ടോപ്പ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പമ്പരമാണെങ്കിൽ അതില് ടിപ്പിക്കലി അതിന്റെ ഓറിയന്റേഷൻ മാറാതെ അതിനെ നിലനിർത്തിയിട്ട് പോകുന്നത് എന്താണ്? ന്യൂട്ടേഷൻ ആംഗിൾ ആണ്. ഓക്കെ, ഇനി സ്മോൾ റാപ്പിഡ് ഓസിലേഷൻ ഇൻ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സ്മോൾ റാപ്പിഡ് ഓസിലേഷൻ പ്രസിഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പ്രസിഷൻ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ റാപ്പിഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മെട്രിക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ സ്ലോ സ്റ്റഡി ചേഞ്ച് ഇൻ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ അത് ന്യൂട്ടേഷൻ ആണ്. പ്രസിഷൻ ആംഗിൾ ആണെങ്കിൽ സ്മോൾ റാപ്പിഡ് ഓസിലേഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓപ്ഷൻ ബി. കോൺസ്റ്റന്റ് റൊട്ടേഷണൽ വെലോസിറ്റി അബൌട്ട് എ പ്രിൻസിപ്പൽ ആക്സിസ്, അത് യൂണിഫോം മോഷൻ ആണ്. നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷൻ യൂണിഫോം മോഷൻ ആണെന്ന് പറയാം. ആൻഡ് ഇഫക്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ റൊട്ടേഷൻ ഇസ് ജസ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ സ്ലോ സ്റ്റഡി ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഇസ് ന്യൂട്ടേഷൻ. സ്മോൾ റാപ്പിഡ് ഓസിലേഷൻസ് ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പ്രസിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A rigid body rotates about one of its principal axis. The rotation is stable if it rotates about the axis with smallest moment of inertia, the axis with largest moment of inertia, either the smallest or largest moment of inertia, any axis with non-zero angular velocity. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒരു റിജിഡ് ബോഡി അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേഷൻ ഈസ് സ്റ്റേബിൾ റൊട്ടേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ദ ബോഡി ഷുഡ് ഹാവ് ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ചെറിയൊരു പെർട്രിബേഷൻ ഇല്ലെങ്കിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാലും ആ ബോഡി എന്ത് ചെയ്യും? തിരിച്ച് നോർമൽ അതിന്റെ റൊട്ടേഷനിലേക്ക് തന്നെ വരും. അത് ബാലൻസ് ചെയ്ത് സ്റ്റേബിൾ പാത്തിലേക്ക് തന്നെ വരും. പക്ഷെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്മോളസ്റ്റ് ആണെങ്കിൽ, സ്മോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യും? അതിന്റെ ബാലൻസ് പോയിട്ട് അൺസ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, നമ്മളിപ്പോ ഒരാൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അയാളുടെ കൈ രണ്ടും പുറത്തേക്ക് മാക്സിമം എൻഡിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും. ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുന്ന സമയത്ത് അയാൾക്ക് എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാവും. അതല്ല അയാളുടെ ബോഡിയോട് ചേർന്നിട്ടാണ് അയാളുടെ കൈ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? അയാളുടെ സ്റ്റെബിലിറ്റി പോയി അയാളെ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. സോ ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉള്ള കേസാണ് ഈ കൈ പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള കേസ് കേട്ടോ. ഓക്കെ, കൈ പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്ത ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സ്മോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കുറവുള്ള കേസാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. A rigid body rotates freely without any external torques. According to Euler equation, the component of angular velocity in the principal axis system. Okay, നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. According to Euler equation, the component of angular velocity in the principal axis system. External torque ഇല്ലെങ്കിൽ, okay, external torque is equal to 0 ആണെങ്കിൽ it is equal to dl by dt is equal to 0, which means angular momentum എന്താണ്? അവിടെ കൺസേർവ്ഡ് ആണ്. angular momentum constant ആണ്. Okay, angular momentum is constant. ഇനി angular velocity, അപ്പൊ ഈ കേസിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് angular velocityയിലുള്ള components of angular velocity in the principal axis system. It remains constant, change randomly, follow a simple harmonic motion, precise around a symmetric axis. ഇവിടെ നമ്മളുടെ angular velocity
എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നമുക്ക് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിന്റെ കണ്ടിന്യൂ ആ മോഷനിൽ തന്നെ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് വൺ, the Coriolis force is proportional to. Coriolis force is proportional to. Coriolis force ന്റെ ഇക്വേഷൻ എന്താ? F is equal to -2m omega into omega cross v. -2m 2m omega cross v അല്ലേ? ഫോഴ്സ്. ഓക്കെ, ഇവിടെ നമ്മളുടെ കോറിയോസ് ഫോഴ്സ് എന്തിനൊക്കെ പ്രൊപ്പോർഷൻ ആണ്? മാസിന് പ്രൊപ്പോർഷൻ ആണ്, ആംഗുലർ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷൻ ആണ്, ഡയറക്റ്റ് വെലോസിറ്റിക്കും പ്രൊപ്പോർഷൻ, ലീനിയർ വെലോസിറ്റിക്കും പ്രൊപ്പോർഷൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാസ് ഓഫ് ദ ഓബ്ജക്ട് ആൻഡ് സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി അല്ല, മാസ് ഓഫ് ദ ഓബ്ജക്ട് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി റിലേറ്റീവ് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. മാസിനും വെലോസിറ്റി റിലേറ്റീവ് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിമിനും പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സ്ക്വയർ ഓഫ് ആംഗുലർ വെലോസിറ്റി അല്ല, സ്ക്വയർ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് അല്ല. ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ നിയോൺ ലീനിയർ ഓസിലേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഡിസ്പ്ലേസ് എ ലിമിറ്റ് സൈക്കിൾ? ഓക്കെ, ലിമിറ്റ് സൈക്കിൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ നോൺ ലീനിയർ ഓസിലേഷൻസ് ഇതില് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ, എ വാൻഡർപോൾ ഓസിലേറ്റർ, സിമ്പിൾ പെൻഡുലം, ലീനിയർ സ്പ്രിംഗ് മാസ് പെൻഡുലം. ഓക്കെ, ഇതില് സിമ്പിൾ പെൻഡുലവും ലീനിയർ സ്പ്രിംഗ് മാസ് പെൻഡുലവും എന്ത് എക്സിബിറ്റ് ചെയ്യില്ല? നോൺ ലീനിയർ ഓസിലേഷൻസ് എക്സിബിറ്റ് ചെയ്യില്ല. ഇറ്റ് വിൽ എക്സിബിറ്റ് ലീനിയർ ഓസിലേഷൻ. സിയും ഡിയും ലീനിയർ ഓസിലേഷൻസ് ആണ് എക്സിബിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ലിമിറ്റ് സൈക്കിൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ആരാന്നാണ്. ഓക്കെ, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ എന്തുണ്ടാവും? എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരു ട്രാജക്ടറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. എനർജി ഡിസിപ്പേഷൻ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിള് എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഈസ് വാണ്ടർപോൾ ഓസിലേറ്റർ. വാണ്ടർപോൾ ഓസിലേറ്റർ ആണ് നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. നമ്മൾ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വാണ്ടർപോൾ ഓസിലേറ്റർ ആണ് ഇവിടെ എന്തുള്ളത്? ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ ലീനിയർ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് വാണ്ടർപോൾ ഓസിലേറ്റർ. അതിന്റെ ഇക്വേഷൻ നമ്മൾ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, Euler angles describe the orientation of a rigid body by rotating about different axes. Which of the following is the correct sequence of Euler angle rotation? ഇതിനു മുമ്പ് നമ്മൾ എയറോസ്പേസിന്റെ Euler angle റൊട്ടേഷനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ഏതായിരുന്നു ആക്സിസ്? ഓർമ്മയുണ്ടോ? എയറോസ്പേസിന്റെ കേസില് എയറോസ്പേസ് ZYX ആണ് നമ്മുടെ എയറോസ്പേസിൽ. എയറോക്രാഫ്റ്റിന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഓറിയന്റേഷനിലുള്ള ഓയിലർ ആംഗിൾ സീക്വൻസ് ZYX ആണ്. ഓക്കെ, ഇനി റിജിഡ് ബോഡിയുടെ റൊട്ടേഷനിൽ ചോദിക്കുകയാണെങ്കിൽ, റിജിഡ് ബോഡിയുടെ റൊട്ടേഷനിലുള്ളതാണെങ്കിൽ അതിന്റെ സീക്വൻസ് ZXZ ആണ് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും സെപ്പറേറ്റ്ലി നോക്കി വെക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ZXZ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, the principal axis of inertia are defined as axis. Principal axis ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. About which the torque is maximum, about which moment of inertia is the same, along which the moment of inertia tensor is diagonal, along which the angular velocity is 0. Principal axis inertia എന്ന് പറയുന്നത് moment of inertia tensor diagonal ആകുന്ന കേസാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ടോർക്ക് മാക്സിമം ആവുന്നതല്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആവുന്നതല്ല, ആംഗുലർ വെലോസിറ്റി 0 ആവുന്നതും അല്ല. ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ ഈസ് ഡയഗണൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ സിമെട്രിക് ടോപ്പ് റൊട്ടേറ്റ്സ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ അബൌട്ട് ഇറ്റ്സ് സിമെട്രിക് ആക്സിസ്. ഇഫ് there is no torque, the top will. ടോർക്ക് ഇല്ലാത്ത ഒരു കേസ് ആണെങ്കിൽ
ഓക്കെ, നമ്മൾ എന്ത് പറയും, സിമെട്രിക് ടോപ്പ് rotates with an angular velocity omega about its symmetry axis. If there is no torque, the top will stop rotating, precise with constant angular velocity. കേൾക്കുന്നില്ല. മിസ്സേ ഹലോ. ശില്പക്ക് കേക്കണ്ടാ? ഇല്ല, കേക്കണില്ല. അത് എന്തോ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോയി ട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിച്ചത് കേട്ടിട്ടില്ലേ? കേട്ടു. Okay, a symmetric top rotates with an angular velocity omega about its symmetric axis if there is no torque. Torque ഇല്ലാത്ത ഒരു കേസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ബോഡി റൊട്ടേറ്റിംഗ് സ്റ്റോപ്പ് ആവില്ല. ഓക്കെ, അവിടെ ഒരു എന്തായാലും ആ ബോഡിക്ക് ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, ആൻഡ് പ്രിസൈസ് വിത്ത് ഇൻക്രീസിങ് ആംഗുലർ വെലോസിറ്റിയും ഒരിക്കലും വരില്ല. ഓക്കെ, ഇൻക്രീസിങ് ആംഗുലർ വെലോസിറ്റി ഒരിക്കലും വരില്ല. നെക്സ്റ്റ് അടുത്ത രണ്ട് പോർഷൻ ആണ് പ്രിസൈസ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി, സ്പിൻ വിത്തൗട്ട് പ്രിസിഷൻ. ഇവിടെ നമുക്ക് ടോർക്ക് ഇല്ലാത്ത ഒരു കേസ് ആവുന്ന സമയത്ത് അവിടെ പ്രിസിഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ടോർക്ക് ഉണ്ടാവാത്ത ഒരു കേസിൽ അവിടെ പ്രിസിഷൻ ഉണ്ടാവില്ല. സോ അവിടെ എന്തായിരിക്കും, സ്പിൻ വിത്തൗട്ട് പ്രിസിഷൻ ആണ് നമ്മളുടെ ഓപ്ഷൻ വരിക. ഓക്കെ, അവിടെ ആംഗുലർ മൊമെന്റ് ആ റൊട്ടേഷൻ എന്ത് ചെയ്യും, ആ സിമെട്രിക് ആക്സിസിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ടോപ്പ് എന്ത് ചെയ്യും, ഇറ്റ് കണ്ടിന്യൂ ടു റൊട്ടേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി. ഓപ്ഷൻ സി ആണ് ശരിയാവുക, വിത്തൗട്ട് പ്രിസിഷൻ ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ. Euler theorem states that any rotation of a rigid body can be described as a rotation about. ഇവിടെ നമുക്ക് Euler theorem അനുസരിച്ചിട്ട് rotation of a rigid body, അതിന് 3 perpendicular axis, 2 perpendicular axis, a single fixed axis and arbitrary axis. നമുക്കൊരു ബോഡിയുടെ റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ പറയണമെങ്കിൽ Euler theorem അനുസരിച്ചിട്ട് നമുക്ക് any arbitrary axis ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു ആക്സിസിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞാൽ മതി. ഫിക്സഡ് ആയിട്ട് 3 ഡയമെൻഷനിൽ വേണം എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എനി ആർബിട്രറി ആക്സിസ് ആണ് നമുക്ക് വേണ്ടത്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. എ ലിമിറ്റ് സൈക്കിൾ ഈസ് a fixed point in the phase space, a set of points in phase space that a system approaches asymptotically, and unstable fixed point, a periodic trajectory in phase space. ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിന്റ് അല്ല. ഓക്കെ, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്ത് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ബൗണ്ടഡ് പാത്ത് ആണ്. സ്റ്റേബിൾ ഫിക്സഡ് പോയിന്റ് അല്ല, സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ല, അൺസ്റ്റേബിൾ ഫിക്സഡ് പോയിന്റ് അല്ല. ഇറ്റ് ഈസ് എ പീരിയോഡിക് ട്രജക്ടറി ഇൻ ദ ഫേസ് സ്പേസ് ആണ്. ഫേസ് സ്പേസിൽ ഒരു പീരിയോഡിക് ട്രജക്ടറി ആണ്. അടുത്തുള്ള എല്ലാ പോയിന്റ്സും അതിലേക്ക് കൺവേർട്ട് ചെയ്ത് വരിക അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വരിക ആയിരിക്കും ചെയ്യാം. സ്റ്റേബിൾ പാത്ത് ആയതുകൊണ്ട് കേട്ടോ.
Gimbal lock occurs in a system using Euler angles when. Gimbal ലോക്കിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Gimbal ലോക്ക് എപ്പോഴാ വരാ? രണ്ട്, അതായത് നമുക്ക് ഓയിലർ ആംഗിൾസിൽ 3 ആംഗിൾസ് ഉണ്ട്, സൈൻ, തീറ്റ ആൻഡ് ഫൈ. ഇതിൽ ഏതെങ്കിലും 2 ആംഗിൾസ് സെയിം ഓറിയന്റേഷനിൽ വരികയാണെങ്കിൽ, പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഒന്ന് ഡിക്രീസ് ചെയ്യും. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ആംഗിൾസും വെച്ച് മാത്രം നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓരോ ആംഗിൾസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, കാരണം ഒന്ന് മറ്റൊന്നിന് പാരലൽ ആയതുകൊണ്ട്. സോ one of the rotation axis become parallel to the another ആണ് ശരിയായ ഉത്തരം. Angular velocity becomes zero അല്ല, moment of inertia becomes singular അല്ല, rigid body in a free fall അല്ല. ഓക്കെ, ഓയിലർ ആംഗിൾസിന്റെ 2 ആംഗിൾസ്, ഏതെങ്കിലും 2 ആംഗിൾസ് ഒന്ന് മറ്റൊന്നിനോട് പാരലൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആംഗിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഗിംബൽ ലോക്ക്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് സൈക്കിൾസ് ആർ പ്രൈമറി എ ഫീച്ചർ ഓഫ് linear system, non-linear system, system in thermal equilibrium, conservative system. Linear cycle are primarily the feature of non-linear system. Non-linear systemത്തിന്റെ feature ആണ് limit cycle. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, limit cycles can emerge from a bifurcation when the system becomes linear. When the system becomes linear, a parameter changes leading to the loss of stability of a fixed point. Energy is conserved, the system is damped. The answer എന്നറിയോ? Parameter changes B. അതായത് നമ്മൾ ലിമിറ്റ് സൈക്കിളില് നമ്മൾ ഒരു ഫിക്സഡ് പോയിന്റ് വരുന്നു, അവിടെ ബൈഫർക്കേഷൻ വരുന്നത് ആ പോയിന്റിൽ എന്ത് വരുമ്പോഴാണ്? ലോസ് ഓഫ് സ്റ്റെബിലിറ്റി വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അവിടെ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഇൻക്രീസ് ചെയ്യുന്നു. ദ പാരാമീറ്റർ ചേഞ്ചസ് ലീഡിങ് ടു ദ ലോസ് ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് എ ഫിക്സഡ് പോയിന്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, in biological system the limit cycles can be observed in. limit cycle observe ചെയ്യുന്നത് population dynamics, genetic drift, thermal expansion, quantum mechanics. ബയോളജിക്കൽ സിസ്റ്റത്തിൽ ലിമിറ്റ് സൈക്കിൾ ഒബ്സർവ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഡൈനാമിക്സിലാണ്. നമ്മൾ ലോജിസ്റ്റിക് മാപ്പ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നോൺ ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് centrifugal force ആണ് കേട്ടോ, centrifugal force, an inertial force acting towards the center, a fictitious force acting away from the center, a gravitational force balancing centripetal acceleration, a force that causes a reduction in angular velocity. Centrifugal force is a fictitious force and it will always act away from the center. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഫിക്ടീഷ്യസ് ഫോഴ്സ് ആണ്, അതിന്റെ ഡയറക്ഷൻ എപ്പോഴും away from the center ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണെങ്കിൽ അത് ടുവേർഡ്സ് ദ സെന്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if an object in uniform circular motion, what determines the magnitude of centrifugal force? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the mass of the object and radius of the circular path, the angular velocity of the object and radius of the path, the object's mass, angular velocity and radius of the path, the object's mass and its linear velocity. Okay, ഇവിടെ an object in uniform circular motion. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? -2m omega cross v. യെസ്, അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ,
object's mass, angular velocity, and the radius of the path. C. അടുത്ത question. What is the limit cycle in the context of non-linear system? A stable equilibrium point, a trajectory that leads to chaos, a stable closed trajectory in phase space, saddle point in phase space. Stable equilibrium point alla, a trajectory leading to chaos. It is a stable path. Limit cycle എന്ന് പറയുന്നത് stable path ആണ്. A stable closed trajectory in phase space. Option C ആണ് ശരിയായ ഉത്തരം ട്ടോ. Stable closed trajectory in a phase space. അതിന് തൊട്ടടുത്തുള്ള എല്ലാ പോയിന്റ്സും അതിലേക്ക് ഡൈവേർജ് ചെയ്ത് വരികയോ അല്ലെങ്കിൽ കൺവേർജ് ചെയ്ത് വരികയോ ചെയ്യും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following best describes the behavior of a system near a stable limit cycle? The trajectory move away from the limit cycle, trajectory spiral into the limit cycle, the trajectory remain unaffected by the limit cycle, trajectory escape to infinity. Okay, ഇവിടെ നമ്മൾ trajectory spiral into the limit cycle. Limit cycleലേക്ക് വരുന്നതാണ് എന്ത് ഇവിടുത്തെ ലിമിറ്റ് സൈക്കിളിലേക്ക് വരുന്നതാണ് നമ്മളുടെ കണ്ടീഷൻ. ഓക്കെ, ട്രജക്ടറി ഒരിക്കലും മൂവ് അവേ ഫ്രം ദ ലിമിറ്റ് സൈക്കിൾ അല്ല, റിമെയിൻ അൺഅഫക്റ്റഡ് അല്ല, ഇറ്റ് വിൽ നോട്ട് എസ്കേപ്പ് ടു ഇൻഫിനിറ്റി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ട്രജക്ടറി സ്പൈറൽ ഇൻ ടു ദ ലിമിറ്റ് സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റം ആർ ലിമിറ്റ് സൈക്കിൾസ് ടിപ്പിക്കലി ഫൗണ്ട്? ലിമിറ്റ് സൈക്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്നത് ലീനിയർ സിസ്റ്റം, നോൺ ലീനിയർ സിസ്റ്റം, കൺസർവേറ്റീവ് സിസ്റ്റം, ഹാർമോണിക് ഓസിലേറ്റർ. നോൺ ലീനിയർ സിസ്റ്റം ഓപ്ഷൻ ബിയിലാണ്. നോൺ ലീനിയർ സിസ്റ്റത്തിലാണ് നമുക്ക് ലിമിറ്റ് സൈക്കിൾ നോർമലി കാണാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡിഫറൻഷിയേറ്റ്സ് എ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ഫ്രം എൻ അൺസ്റ്റേബിൾ വൺ? ഓക്കെ, സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളും അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ട്രജക്ടറീസ് approach a stable limit cycle and move away from the unstable one. Stable limit cycle exists only in linear system. The stable limit cycle are associated with the chaotic behavior. The frequency of oscillation is higher in an unstable limit cycle. The trajectory approaches the stable limit cycle and move away from the unstable limits. Unstable one. Unstable na maarita stable trajectory like varunadana. In the stable and unstable limit cycle തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is true about the amplitude of a system in a stable limit cycle? ഓക്കെ, ഇവിടെ നമ്മളുടെ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. The amplitude decreases over time. Amplitude remains constant. Amplitude increases over time. Amplitude fluctuates chaotically. ഇവിടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് സ്റ്റേബിൾ പാത്ത് ആണ്. ഓക്കെ, അടുത്തുള്ള പുറമേയുള്ള എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യും? ഈ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യും. അതുപോലെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യും? ഈ ലിമിറ്റ് സൈക്കിളിലേക്ക് അപ്രോച്ച് ചെയ്യും. ഒന്നുകിൽ പുറത്തുള്ള പോയിന്റ്സ് ഉള്ളിലേക്ക് കൺവേർജ് ചെയ്യുക, ലിമിറ്റ് സൈക്കിളിലേക്ക് കൺവേർജ് ചെയ്യുക, അകത്തുള്ള പോയിന്റ്സ് പുറത്തേക്ക് ഡൈവേർജ് ചെയ്യുന്ന കേസാണ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. ലിമിറ്റ് സൈക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. What is an attractor in the context of phase space? The point that repels nearby trajectories, the region where all trajectories escape to infinity, a set of points towards which nearby trajectories converge, a closed loop where trajectories diverge. ഈ കേസിൽ നമുക്ക് അട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ the point that repels nearby trajectories അല്ല. അട്രാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ്, എല്ലാ പോയിന്റ് ഹലോ കാണണ്ടോ? ലിമിറ്റ് സൈക്കിൾ പറഞ്ഞു. Amplitude remains constant. Okay, attractorന്റെ കേസിൽ വരുന്ന സമയത്ത് it is a set of points towards which nearby trajectories converge. എല്ലാ പോയിന്റ്സും കൺവേർജ് ചെയ്യുന്ന കേസാണ് എന്ത്? അട്രാക്ടർ എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് അട്രാക്ടർ പഠിച്ചിട്ടുണ്ട്. പോയിന്റ് അട്രാക്ടർ, അതുപോലെ തന്നെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അട്രാക്ടർ ആണ്. അതുപോലെ തന്നെ സ്ട്രേഞ്ച് അട്രാക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following can act as an attractor in a non-linear system? Non-linear സിസ്റ്റത്തിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന അട്രാക്ടർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിന്റ്, chaotic trajectory, a system with no oscillations. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ലിമിറ്റ് സൈക്കിൾ ആണ്. അട്രാക്ടറിന് ഒരു എക്സാമ്പിൾ ആണ് ലിമിറ്റ് സൈക്കിൾ, പോയിന്റ് അട്രാക്ടർ, സ്ട്രേഞ്ച് അട്രാക്ടർ. സോ എ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ഈസ് ആൻ can act as an attractor in non-linear system. Option A ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, in phase space what happens to the trajectories near a limit cycle attractor? ഒരു phase spaceൽ nearby trajectoriesന്റെ ലിമിറ്റ് സൈക്കിളിന് നിയർബൈ ട്രാജക്ടറീസിന് എന്താ സംഭവിക്കുക? they move away from the limit cycle അല്ല, they remain stationary എന്നൊക്കെയല്ല, they spiral towards the limit cycle ആണ് ആൻസർ. they escape to infinity അല്ല. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, what type of attractor is associated with a periodic motion on a non-linear system? okay, periodic motion ആണ്. periodic motionൽ നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അട്രാക്ടർ ആണ് ലിമിറ്റ് സൈക്കിൾ അട്രാക്ടർ കേട്ടോ. പോയിന്റ് അട്രാക്ടർ, chaotic അട്രാക്ടർ, ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ അല്ല. അവിടെ ഒരു പീരിയോഡിക് മോഷൻ ആവുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റേബിൾ പാത്ത് ഉണ്ടാവും, ഒരു ട്രാജക്ടറി നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. അത് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം കേട്ടോ. ഓക്കെ, നമ്മുടെ ലിമിറ്റ് സൈക്കിളിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം, പക്ഷെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ട്രാജക്ടറി അത് ഫോളോ ചെയ്യും. ഇറ്റ് ഈസ് എ ലിമിറ്റ് സൈക്കിൾ അട്രാക്ടർ. പീരിയോഡിക് മോഷന്റെ കേസിൽ ബൗണ്ടഡ് ആയിരിക്കും, ലിമിറ്റ് സൈക്കിൾ അട്രാക്ടർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a characteristic of limit cycle attractor? It exists in linear system only. Nearby trajectories converge towards it. It repels nearby trajectories. It causes random motion in phase space. ലീനിയർ സ്പേസ് സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല, നോൺ ലീനിയർ സിസ്റ്റത്തിലാണ്. നിയർബൈ ട്രാജക്ടറീസ് കൺവേർജസ് ടുവേർഡ്സ് ഇറ്റ്. ലിമിറ്റ് സൈക്കിൾ ആവുന്ന സമയത്ത് നിയർബൈ ട്രാജക്ടറീസ് അതിലേക്ക് കൺവേർജ് ചെയ്ത് വരും. ഇറ്റ് റിപ്പൽസ് നിയർബൈ ട്രാജക്ടറീസ് അല്ല, ഇറ്റ് കോസസ് റാൻഡം മോഷൻ ഫേസ് സ്പേസ് അല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, what do Feigenbaum constant describe in the context of dynamic system? What do Feigenbaum constant describe in the context of a dynamic system? The behavior of a linear system, the scaling ratio in the periodic doubling route to chaos, the rate of convergence in fixed point system, the frequency of oscillation in harmonic system. Feigenbaum constant എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലിമിറ്റ് സൈക്കിളിൽ ഒരു പ്രോപ്പർ പാത്ത് ഉണ്ടാവും. ഓക്കെ, Feigenbaum ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രോപ്പർ പാത്ത് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ ബൈഫർക്കേഷൻ ഉണ്ടാവും, അവിടെ റാൻഡംനെസ് കൂടും, വീണ്ടും ബൈഫർക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ Feigenbaum കോൺസ്റ്റന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ബൈഫർക്കേഷൻ ഇടയിലുള്ള ആ ഒരു റേഞ്ചിനെയാണ് കേട്ടോ. അപ്പൊ ഏത് റേഞ്ചിലാണ് അല്ലെങ്കിൽ എത്ര റേഞ്ചിലാണ് അവിടെ എന്ത് ചെയ്യാ, നമുക്ക് സ്കെയിലിംഗ് വരിക അല്ലെങ്കിൽ ബൈഫർക്കേഷൻ വരിക എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് Feigenbaum കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്കെയിലിംഗ് റേഷ്യോ ഇൻ ദ പീരിയോഡിക് ഡബ്ലിംഗ് റൂട്ട് ടു കയോസ്. ഓക്കെ, ഇവിടെ നമുക്ക് പോകുന്തോറും എന്ത് ചെയ്യും, സ്കെയിലിംഗ് റേഷ്യോ കുറഞ്ഞു വരും. ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈഫർക്കേഷൻ കാണാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഫസ്റ്റ് Feigenbaum കോൺസ്റ്റന്റ്? ഇവിടെയുള്ള കോൺസ്റ്റന്റില് ഏതാണ്, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വാല്യൂ തന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ഏതാണ് നമുക്ക് ഫസ്റ്റ് Feigenbaum കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ.
ഇവിടെ 1.618 അല്ല, 2.5 അല്ല, 3.14 അല്ല, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 4.6692. ഓക്കെ, നമ്മൾ 3.57 എബോവ് ഉള്ള ഒരു പോയിന്റ് നോക്കിയാൽ മതിയാവും കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. The Feigenbaum constant is related to which type of bifurcation? Okay, saddle knot bifurcation, transcritical bifurcation, Hooke's bifurcation, period of sorry. Okay. The Feigenbaum constant is related to which type of bifurcation? Saddle knot bifurcation, transcritical bifurcation, Hooke's bifurcation, periodic doubling bifurcation. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമുക്ക് Feigenbaum constant പീരിയോഡിക് ഡബിളിംഗ് ബൈഫർക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. How are Feigenbaum constant discovered by Michael Feigenbaum interpreted in the chaotic system? It predicts the energy levels in quantum states. It defines the ratio of successive period doubling leading to chaos. It describes the randomness in chaotic system. They provide initial conditions for stable system. ഇവിടെ ഓപ്ഷൻ ബി ആണ് വരിക. They define the ratio of successive period doubling leading to chaos. They define the ratio of successive period doublings leading to chaos. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is true about second Feigenbaum constant? It represents the rate at which the bifurcation intervals shrink. It defines the fixed point in the linear system. It characterizes the motion of the കേക്കണില്ല. ഹലോ 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 മിസ്സേ. ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് കേക്കുന്നുണ്ട്. ഓക്കെ.
Okay. Which of the following is true about the second Feigenbaum constant? It represents the rate at which the bifurcation interval shrink. It defines a fixed point in a linear system. It characterizes the motion of harmonic oscillator. It describes the rotation angle in celestial system. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അതായത് ഒരു ബൈഫർക്കേഷൻ ഇന്റർവെൽസ് എങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്നു എന്നുള്ള റേറ്റ് ആണ് നമുക്ക് ഈ സെക്കൻഡ് ഫൈഗൺബം കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് കിട്ടുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Kepler's first law states that the orbit of a planet around the sun is in the shape of an circle, ellipse, parabola, hyperbola. Okay, the orbit of the planet about the sun is in the shape of an ellipse. Elliptical shape ആയിരിക്കും. Equal areas ആയിരിക്കും at equal interval of time swept ചെയ്യുക കേട്ടോ. Equal areas swept at equal intervals of time. Equal intervals of time. Intervals of time. അതുപോലെ തന്നെ അതിന്റെ time period the square is proportional to square of the time period is proportional to cube of the semi-major axis. അടുത്ത question. According to Kepler's second law, the planet sweeps out equal areas in time, distance, velocity, acceleration in the equal interval of time. Option A ആണ് ശരിയായ ഉത്തരം. അടുത്ത question. Kepler's third law relates the orbit period of the planet. Orbit period of the planet to the mass, the distance from the sun, its velocity, angle of its orbit. It is from its distance from the sun. A എന്നുള്ള പാരാമീറ്ററിനോടായിരിക്കും അത് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ടൈം പീരീഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is the correct form of Kepler's third law? Kepler's third law ന്റെ കറക്റ്റ് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. Kepler's law are most easily derived using which physical theory? ഏത് ഫിസിക്കൽ തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Kepler's law ഡിറൈവ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിസം, ക്വാണ്ടം മെക്കാനിക്സ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, സ്പെഷ്യൽ റിലേറ്റിവിറ്റി. ഓപ്ഷൻ സി ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Kepler's law ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. What is the main purpose of canonical transformation in classical mechanics? Classical mechanics canonical transformation importance ആണ് ചോദിച്ചിട്ടുള്ളത്. It to change the coordinates of a system without altering its dynamics, to alter the energy of the system, to simplify the Lagrangian of the system, to eliminate time dependence in the system. Energy of the system alter ചെയ്യുന്നതിനല്ല, simplify the Lagrangian of the system അല്ല, eliminate the time dependence of the system അല്ല. It is to change the coordinate of a system without altering its dynamics. നമ്മളിപ്പോ ഒരു കണ്ടന്റ് വായിച്ചിട്ട് ഇംഗ്ലീഷിലും തമിഴിലും എഴുതില്ലേ, അതുപോലെ നമുക്ക് ഒരു ലാംഗ്വേജിൽ നിന്ന്, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ എന്തായിരിക്കും? നമ്മളുടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. അതിന്റെ പാർട്ടിക്കിൾ ഡൈനാമിക്സിനെ അത് ബാധിക്കില്ല. നമുക്ക് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് കൺസേർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്തതാണ്. Which of the following describe a canonical transformation? A transformation that keeps the Hamiltonian constant. The transformation that preserves the form of Hamilton's equation. The transformation that changes the total energy of the system. The transformation that alters the mass of the system. Okay. ഇവിടെ നമ്മൾ canonical transformation that preserves the form of Hamilton's equation. Hamilton's equations preserve ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. The Hamilton's Jacobi equation helps find which of the following for a canonical transformation? Total energy, the generalized coordinates, the generating function, and Lagrangian. നമ്മൾ ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ
കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എഫ് ഓഫ് ക്യൂ ക്യൂ ടി, എഫ് ഓഫ് ക്യൂ പി ടി, എഫ് ഓഫ് പി ക്യൂ ടി, സ്മോൾ ലെറ്റർ പി ആണ് കേട്ടോ, എഫ് ഓഫ് പി പി ടി. ഇതാണ് 4 ടൈപ്പിലുള്ള ജനറേറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the generating function for a canonical transformation? F1 QQT, F2 PPT, F3 QPT, and one more is the F4 PQT. ഈ 4 ടൈപ്പിലുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, a canonical transformation preserves which mathematical property of the system? ഏത് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ആണ് കൺസേർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൺസേർവ് ചെയ്യുന്നത് മൊമെന്റം, എനർജി, പോയ്സൺ ബ്രാക്കറ്റ്, ആംഗുലർ മൊമെന്റം. ഇവിടെ നമുക്ക് കൺസേർവ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോയ്സൺ ബ്രാക്കറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി, പോയ്സൺ ബ്രാക്കറ്റ് ആണ് ഇവിടെ കൺസേർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. Yes, miss. Thank you, miss. ഓക്കെ.